صل على محمد يا رب صل عليه وسلم. റമദാൻ 1 മുതൽ തന്നെ ഞങ്ങൾ ചർച്ചയാക്കിക്കൊണ്ടുള്ള ഇങ്ങനത്തെ വിഷയമായിട്ട് ഫാത്തിഹ. ആ ഫാത്തിഹയിൽ അവസാനമായിട്ട് അതിൻ്റെ മഹത്വം മനസ്സിലാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെട്ടിಗೆ ഒരു മലക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെട്ടി ചൊല്ലു അബ്ശിർ ബിനൂറൈനി, രണ്ട് കാര്യം കൊണ്ട് നബിയെ നിങ്ങൾ സന്തോഷിക്കറു, രണ്ട് വിഷയം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കറു. അത് ഊതീതഹുമ, അത് നിങ്ങൾ രണ്ട് വിഷയം നിങ്ങൾക്ക് ഞാൻ എന്താക്കില്ല, നിങ്ങൾക്ക് ഞങ്ങൾ എത്താത്തി തന്നിറ, പക്ഷേ അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കറു. ലം യുഅതഹുമ നബിയ്യുൻ ഖബലക, നിങ്ങളെ മുന്നിലുള്ള വന്നെങ്കിൽ 1,24,000 ചില്ലാൻ അമ്പ്യാക്കന്മാരുള്ളവരല്ലേ, അങ്ങാർക്കും ഈ രണ്ട് പ്രകാശം നാം കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് തന്ന ഈ രണ്ട് പ്രകാശം കൊണ്ട് നിങ്ങൾ എന്താക്കറു, സന്തോഷിക്കറു നബിയേ. എന്ದ್ರೆ ആ രണ്ട് വിഷയ, ഒന്ന് ഫാത്തിഹത്തുൽ കിതാബ് വ ഖവാതീമു സൂറത്തുൽ ബഖറ, ഒന്നെങ്കിൽ പരിശുദ്ധമായ ഖുർആനിലെ ഫാത്തിഹ സൂറത്താണ്, രണ്ടാമത്തേത് പരിശുദ്ധമായ ഖുർആനിലെ ബഖറ സൂറത്തിലെ അവസാനത്തെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളേറ്റി ഒരു മലക്ക് വന്ന് ചൊല്ലും. അപ്പോൾ എന്തിരെ, ഒന്ന് ഫാത്തിഹ സൂറത്ത്, അതൊക്കെ വലിയ മഹത്വം ഉണ്ടെന്ന് ഞങ്ങൾ പഠിച്ച. പിന്നൊന്ന് ചൊന്നേ അത് ബഖറ സൂറത്തിലെ അവസാനത്തെ ഭാഗം, അതായത് ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി ചൊല്ലിട്ട് ആ ഭാഗം, അതിക്ക് വലിയ മഹത്വമുണ്ട്, അതിൻ്റെ മഹത്വം ഒരുപാടുണ്ട് ചൊല്ലെങ്കിൽ. അതുപോലെ ബഖറ സൂറത്തിലുള്ളതായിട്ട് ആയത്തുൽ കുർസിക്കും വലിയ മഹത്വമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, ഈ ആയത്തുൽ കുർസി ഡെയിലി ഓദ്രങ്ങളുള്ളവരല്ലേ, ഡെയിലി പതിവാക്കണങ്ങളുള്ളവരല്ലേ, അങ്ങും സ്വർഗത്തെ ഇടയിലുള്ള തടയന്തരം കൊണ്ടുണ്ട, അത് മരണം മാത്രമാണ്, മരിച്ചെങ്കും പിന്നെ സ്വർഗത്തിക്കേണ്ടാണ് അതിരർത്ഥം. അപ്പോൾ അത്രയും വലിയ വിഷയമുള്ളതാണ് ആയത്തുൽ കുർസിയും ആമന റസൂലുള്ള. അതിക്ക് ഞങ്ങൾ ചൊല്ലിട്ട് എന്താ ഹദ്ദാദ് പതിവാക്കാറുണ്ട്. ഈ ഹദ്ദാദിലുള്ളതെല്ലാം ഇങ്ങനത്തെ വിഷയം, ആമന റസൂലും ആയത്തുൽ കുർസി, അതുപോലെ ഓരോ ദിക്റും ഇത്ര മഹത്വമുള്ള ദിക്ർ ഓട്ടെല്ലാം എല്ലാം റെഡിയാക്കിയിട്ട് ക്രോഡീകരിച്ചതാണ് ഹദ്ദാദ്. അപ്പോൾ ഹദ്ദാദ് വലിയ മഹത്വമുണ്ട്. അപ്പോൾ ആയത്തുൽ കുർസിയുടെ മഹത്വം ചൊല്ലുമ്പോൾ അങ്ങനെ ഒരുപാട് മഹത്വം മഹാന്മാർ ചെന്നതാണ്. അവർക്ക് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഔത്തുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയപ്പോൾ ഫാത്തിമ ബീബി ഗർഭ സംബന്ധമായിട്ടുള്ള പ്രസവ സംബന്ധമായിട്ട് ഇങ്ങനെ മുട്ടെത്തിയ ഒരു ടൈമായിട്ട് അങ്ങനെ പോയിട്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാവും ഫാത്തിമ ബീബിയുടെ പ്രസവം അടുത്തിട്ടുണ്ടോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേഗം അവിടെ തിരിച്ചു വന്നിട്ട് ബാക്കി പെഞ്ഞായിമാരെല്ലാം എന്താക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോളായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ മുട്ട കടുത്തിട്ട് ചൊല്ലു, അതെ ഫാത്തിമ ബീബി ഗർഭ സംബന്ധമായിട്ടുള്ള ഒരു ഗർഭം എടുത്തിട്ടുണ്ടോ, അതുകൊണ്ട് നിങ്ങൾ ആ ഫാത്തിമക്ക് നിങ്ങൾ ആയത്തുൽ കുർസി നിങ്ങൾ ഓതിട്ട് മന്ത്രിക്കറുണ്ട്. അത്രയും വലിയ മഹത്വമുള്ളതാണ്. ഗർഭത്തിലുള്ള കിടാവുകും അതുപോലെ ഗർഭം ധരിച്ച ഉമ്മകും ഈ രണ്ടാളും ഒരു നല്ല നിലക്കുള്ള മഹത്വമുള്ള ഒരു വിഷയം, അത് പതിവാക്കി വലിയ നിലക്ക് സന്തോഷം കിട്ടിറങ്ങിയത്തെ, പ്രയാസങ്ങൾ നീങ്ങി കിട്ടിറങ്ങിയത്തെ ഒരു വിഷയമായിട്ട് ആയത്തുൽ കുർസി. അതുകൊണ്ട് ഞങ്ങൾ അതിനെ ധാരാളമായിട്ട് പതിവാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ആ ഗർഭമായിട്ടുള്ള സ്ത്രീകൾ ഇതൊരു വലിയൊരു ആയുധമാണ് ആയത്തുൽ കുർസി. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പതിവാക്കുക ചൊല്ലണം. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ആയത്തുൽ കുർസി കൊണ്ട് എല്ലാ നിലക്കുള്ള പ്രയാസങ്ങൾ നീക്കി കിട്ടുക. അത് അങ്ങനെ മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ഡെയിലി വർക്കെങ്കിലും പരിശുദ്ധമായ എല്ലാ നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതുക സുന്നത്തുണ്ട്, ഞങ്ങൾ ഓതരാത്. അതുപോലെ എല്ലാ ബാങ്കിന്റെ ശേഷം ഓതുക സുന്നത്തുണ്ട്, അതും ഞങ്ങൾ ഓതര. അത് ഞങ്ങൾ തന്നാലെ ഇങ്ങനെ ഓതി കിട്ടുന്നതാണ്. അപ്പോൾ അത് ആരും വിടാണ്ട് ബാങ്കിന്റെ ശേഷം ഓതണം, അതുപോലെ നിസ്കാരം ശേഷം ഓതണം. അതെല്ലാം ഞങ്ങൾക്ക് വലിയ കാവലായിട്ട് കിട്ടുക വിഷയമായിട്ട് ആയത്തുൽ കുർസിയും അതുപോലെ ഇത്ര നാൾ ചൊന്ന ഫാത്തിഹ സൂറത്തും അതുപോലെ ആമന റസൂലും അതെല്ലാം ഞങ്ങൾ പതിവാക്കണം. അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വഇലാ ഹളറത്തി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഓതിയ ഫാത്തിഹ സൂറത്ത് ഹബീബായ തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മഹാന്മാർ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കന്മാർ, അമ്പിയാക്കന്മാരുടെ ഹദ്റത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഈ പള്ളി പ്രദേശത്ത് വിശ്രമിക്കുന്ന മുഅ്മിനീങ്ങൾ എല്ലാവരുടെ ഖബറിലേക്ക് അല്ലാഹു ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുത്തുകൊണ്ട്
ഞങ്ങളുടെ ഖബർ അല്ലാഹു തആല വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു വഴി അല്ലാഹു തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ